മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്നിപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് ക്ലാസ്സിന് വേണ്ടി ലീനിയർ ഇനീക്വാളിറ്റീസ് ആണ് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത്. ലീനിയർ ഇനീക്വാളിറ്റീസ് നിങ്ങൾക്കറിയാം, നല്ല എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ്, അത്യാവശ്യം മാർക്ക് കിട്ടുന്നതുമാണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും പഠിക്കണം. അതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വേണേൽ ചോദിക്കാം. അതായത് ലീനിയർ ഇനീക്വാളിറ്റീസ് എന്ന് പറയുമ്പോൾ ഇനീക്വാളിറ്റീസ് അതിനകത്ത് അപ്പോൾ അതിൽ 1 വേരിയബിൾ ഇനീക്വാളിറ്റീസും ഉണ്ട്, എക്സ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ എക്സും വൈയും കൂടിയുള്ള 2 വേരിയബിളുള്ള ഇനീക്വാളിറ്റീസും ഉണ്ട്. 1 വേരിയബിൾ എന്ന് പറയുമ്പോൾ നമ്മൾ സോൾവ് ചെയ്തെടുക്കണം. 2 വേരിയബിൾ എക്സും വൈയും കൂടെ ഉള്ളത് ഗ്രാഫ് വരച്ച് സോൾവ് ചെയ്യണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് അങ്ങ് പോകാം. അതപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം അതിൽ ആ എക്സ് മാത്രം, ഒരു വേരിയബിൾ മാത്രമുള്ള കേസിൽ ആ റൂളൊന്ന് ഓർത്തിരിക്കണം. നമുക്ക് ഇക്വേഷൻ പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്പേഴ്സിനെയൊക്കെ മാറ്റാം. ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിൽ പോകുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ആവും, നെഗറ്റീവ് പോസിറ്റീവ് ആവും. അതൊക്കെ നമ്മൾ സാധാരണ ഇക്വേഷൻ പോലെ തന്നെ. പക്ഷേ ഈ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ, അതായത് 2x ലെസ് ദാൻ 6, 2 വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാം. 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിവൈഡഡ് ബൈ 2, 2x/2 പോസിറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇനീക്വാളിറ്റിക്ക് മാറ്റമൊന്നും വരത്തില്ല. അതേസമയം നെഗറ്റീവ് നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ 2x/-2 ആണെങ്കിൽ ശ്രദ്ധിച്ചോണം, ലെസ് എന്നുള്ള ഗ്രേറ്റർ. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്താൽ ഇനീക്വാളിറ്റി ചേഞ്ച് ചെയ്യും. അതായത് ലെസ് ആണെങ്കിൽ ഗ്രേറ്റർ ആകും, ഗ്രേറ്റർ ആണെങ്കിൽ ലെസ് ആകും. നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ വരുമ്പോൾ നിങ്ങൾ സിമ്പിളായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ 1 ലെസ് ദാൻ 3 ആണ്. ഒരു -2 വെച്ചൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി. -2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × -2 എന്ന് വെച്ചാൽ -2 വരും. 3 × -2 എന്ന് വെച്ചാൽ -6 വരും. -2 -6 വലുത് -2 ആണ്, തിരിഞ്ഞു വരും. അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതുപോലെ തന്നെ വരും. അപ്പോൾ നെഗറ്റീവ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്താൽ ഇനീക്വാളിറ്റി തിരിയും. ലെസ് എന്നുള്ള ഗ്രേറ്റർ ആകും, ഗ്രേറ്റർ എന്നുള്ള ലെസ് ആകും. ആ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് വെച്ചുകൊണ്ട് നമ്മൾ അത് മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ബാക്കിയൊക്കെ പഴയ ഇക്വേഷൻ ചെയ്തതുപോലെ തന്നെ. അപ്പം നമുക്ക് അതിൻ്റെ 1-2 ക്വസ്റ്റ്യൻസ് ചെയ്യാം. സോൾവ് ചെയ്യേണ്ടത് 3 × 2 - x greater than or equal to 2 × 1 - x. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്ത് എക്സിന്റെ വാല്യൂ കാണാം. സോൾവ് ചെയ്ത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിനായിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എക്സും റൈറ്റ് സൈഡിൽ നമ്പറും ആക്കാൻ പോകണം. ലെഫ്റ്റ് സൈഡിൽ എക്സ് മാത്രവും റൈറ്റ് സൈഡിൽ നമ്പർ മാത്രം ആക്കാൻ ശ്രദ്ധിക്കുക. ആദ്യം ഇതിനെ ബ്രാക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റിക്കളയണം, എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ അവിടെ പഠിച്ച അതേ റൂളുകളൊക്കെ തന്നെ. ബ്രാക്കറ്റ് നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. 3 വെച്ച് 2 - x മൾട്ടിപ്ലൈ ചെയ്തു. 3 × 2 6, 3 × 3 - 6 - 3x വരും. 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. 3 × 2 3 6, 3 × -x -3x വരും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 - 2x ഇങ്ങനെ വരും. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. എക്സ് ലെഫ്റ്റ് സൈഡിൽ 6 വേണ്ടല്ലോ, ലെഫ്റ്റ് സൈഡിൽ എക്സ് മതി. അപ്പം ലെഫ്റ്റ് സൈഡിലെ 6നെ നമുക്ക് അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. ലെഫ്റ്റ് സൈഡിലെ 6നെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പം 6 പോസിറ്റീവും 3x നെഗറ്റീവും ഒരു നമ്പറിന് മുമ്പുള്ളത് അതിൻ്റെ സൈഡ്, നമ്പറിന് മുമ്പ് വരുന്ന അതിൻ്റെ സൈഡ്. അപ്പോൾ ഈ 6ന് മുമ്പ് ഇട്ടിട്ടില്ല, സാധാരണ പ്ലസ് നമ്മൾ ആദ്യം ഇടാറില്ല, ഇട്ടിട്ടില്ലേ പ്ലസ് ആണ് നോക്കുക. ഈ 6നെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. -3x അതേപടി ഇവിടെ നിൽക്കും. -3x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 - 2x അവിടെ ഉണ്ട്. 6നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -6 ആവും, +6 അപ്പുറം -6 ആവും. ലെഫ്റ്റ് സൈഡ് ഓക്കെ. റൈറ്റ് സൈഡ് നോക്കാം. ഇവിടെ ഈ എക്സ് ഉണ്ട്, ഈ എക്സ് നമുക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. -2xനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. -2x ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ -3x ഇവിടെ ഓൾറെഡി ഉണ്ട്. -2x ഇപ്പുറം വരും, +2x ആവും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 - 6. -3xും +2xും കൂടെ ചെയ്യുമ്പോൾ -3ഉം +2ഉം കൂടെ വരും, -1x വരും. -1x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 2 - 6 ആണ്. 2 - 6 വരുമ്പോഴത്തേക്കും -4 വരും. നമുക്ക് എക്സ് മാത്രമാണ് വേണ്ടത്, എക്സിന്റെ വാല്യൂ വേണ്ടത്. ഇപ്പം -1 കൊണ്ട് ഈ -1 കൊണ്ട് മൾട്ടിപ്ലൈയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്താൽ മതി. നമുക്കിവിടെ ഡിവൈഡഡ് ബൈ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഡിവൈഡ് ബൈ കൊടുക്കുക. ഡിവൈഡഡ് ബൈ -1 വെച്ച് ഡിവൈഡ് ചെയ്യാം. -1x/-1 ശ്രദ്ധിച്ചോളാം, നെഗറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നെഗറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് നേരെ തിരിയും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ശ്രദ്ധിച്ചോളാം. -4/-1 -1 വെട്ടി എക്സ് വരും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 വരും. ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ. ചിലപ്പോൾ ഇത് ഗ്രാഫിൽ കാണിക്കാൻ പറയും. ഗ്രാഫിൽ കാണിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ 4 മാത്രം അടയാളപ്പെടുത്തുക. ഇനി 4 വലുതും എക്സ് ചെറുതുമാണ്. അപ്പോൾ 4 ആണ് വലുത്, അതിൽ ചെറുതായിട്ടുള്ളത് എക്സ്. അപ്പോൾ 4ന്റെ ലെഫ്റ്റ് സൈഡാണ് വേണ്ടത്. വലുത് 4 ആയതുകൊണ്ട് ലെഫ്റ്റ് സൈഡ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് 4 ചെറുതാണ്. 4 ചെറുതാകുമ്പോൾ റൈറ്റ് സൈഡ് എടുക്കണം.
4 വലുതായതുകൊണ്ട് ഇത്ര ഓർത്താൽ നമ്പറിൻ്റെ അവിടെ തുറന്നിരിക്കുവാണെങ്കിൽ അതിൻ്റെ ഇടത് സൈഡ്, നമ്പറിൻ്റെ അവിടെ അടഞ്ഞിരിക്കുവാണെങ്കിൽ വലത് സൈഡ്. അപ്പം ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഈ പോർഷനാണ്, ഈ 4 ഉൾപ്പെടെ 4 ഉണ്ട്, ഈക്വൽ ടു ഉള്ളതുകൊണ്ട് 4 ഉൾപ്പെടെ ഈ പോർഷനാണ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഗ്രാഫെ കാണിക്കാൻ ചിലപ്പോൾ ചോദിച്ചാൽ ഇങ്ങനെ വരച്ചു വെച്ചോണം. ഇങ്ങനെ സോൾവ് ചെയ്തെടുത്താൽ മതി, വളരെ സിമ്പിളാണ്, ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ. x/2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x/2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5x - 2 by 3 minus 7x - 3 by 5. ഇത് നമ്മൾ സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ എക്സും റൈറ്റ് സൈഡിൽ നമ്പറും, പിന്നെ അതിന് മുമ്പ് ഈ ഡിവിഷനും ബ്രാക്കറ്റും ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റണം. അത് ശ്രദ്ധിക്കണം. ആദ്യത്തെ പ്രയോറിറ്റി ബ്രാക്കറ്റ്, ബോട്ട് മാസ് റൂൾ ഇല്ലേ, ബ്രാക്കറ്റ്. ഇവിടെ ഇപ്പം ബ്രാക്കറ്റ് ഇവിടെ ഇട്ടാലും ഇട്ടില്ലെങ്കിലും ഒരുപോലെ, നമ്മളിവിടെ ചുമ്മാ ഇട്ടതേ ഉള്ളൂ, ബ്രാക്കറ്റിന്റെ ആവശ്യം അവിടെ ഇല്ലാത്ത ശരിക്കും. ബ്രാക്കറ്റ് മാറ്റിയാൽ ഇതേ ഇവിടെ വരത്തേ ഉള്ളൂ, അപ്പൊ അതിന് വലിയ പ്രസക്തി ഇല്ല, ബ്രാക്കറ്റ് അവിടെ കിടന്നോട്ടെ. ഇനി ഇതിന്റെ വെളിയിൽ വല്ല നമ്പർ ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്തോണം. ഇവിടെ ഇപ്പം ചുമ്മാ ബ്രാക്കറ്റ് ഇട്ടേക്കുന്നത്, അത് ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ബ്രാക്കറ്റ് മൈൻഡ് ചെയ്യേണ്ടി. ഇവിടെ വേറെ നമ്പർ ഇവിടെ 3 × എന്നായിരുന്നെങ്കിൽ 3 വെച്ച് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തോണം, ബ്രാക്കറ്റ് മാറ്റലായിരുന്നു. ഇവിടെ ഇപ്പം ആ പ്രശ്നമില്ല. ഇനി നിങ്ങൾ മാറ്റുന്ന ബോട്ട് മാസ് റൂൾ, ബ്രാക്കറ്റ് പിന്നെ ഒന്നിച്ച ഓർഡർ പവർ അതിവിടെ ഇല്ല, ഡിവിഷൻ ഉണ്ടെങ്കിൽ അത് മാറ്റണം. ബ്രാക്കറ്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കൊടുക്കേണ്ടത് ഡിവിഷനാണ്. ഡിവൈഡഡ് ബൈ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിക്കളയണം. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ x/2 ഉണ്ടോ, /2 കളയണമെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് × 2 ചെയ്യണം. ഡിവൈഡഡ് ബൈ ഇട്ടുകൊണ്ട് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം ഡിവൈഡഡ് ബൈ ഒക്കെ കളഞ്ഞേക്കുക. അപ്പോൾ /2 ഉള്ളതുകൊണ്ട് × 2 ചെയ്യണം, മൾട്ടിപ്ലൈ ബൈ 2 ഉണ്ട്, /3 ഉണ്ട്. ഇവിടെ /3ഉം /5 ഉണ്ട്. അപ്പോൾ × 3 വേണം, × 5 വേണം, × 3 × 5 അങ്ങനെ തന്നെ കിടന്നോട്ടെ. ഡിവൈഡ് ബൈ ഉള്ളതെല്ലാം കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. എല്ലാത്തിനും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകാം. നമുക്ക് ആ സ്റ്റെപ്പ് ഇടാം. 2 × 3 × 5 × x/2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 × 3 × 5 × 5x - 2/3 മൈനസ് അതുപോലെ തന്നെ അടുത്തത് 2 × 3 × 5 × 7x - 3/5. ഇവിടെ 2 വെട്ടിപ്പൊക്കോളും, ഇവിടെ 3 വെട്ടിപ്പൊക്കോളും, ഇവിടെ 5 വെട്ടിപ്പൊക്കോളും, ബാക്കിയുള്ള എഴുതിയാൽ മതി. ഇവിടെ 5 × 3 15x വരും. 50x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 × 5 10 × 5x - 2 വരും. മൈനസ് 2 × 3 6 × 7x - 3. കണ്ടോ, ഡിവിഷൻ ഫുള്ള് പോയില്ലേ. ഡിവിഷൻ കളയണം, ഡിവിഷൻ ഇട്ടോണ്ട് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഡിവിഷൻ പോയി. ഇനി നമ്മൾ എക്സ്പാൻഡ് ബ്രാക്കറ്റ് മാറ്റിയാൽ മതി. ഇവിടെ പ്രശ്നമില്ല, ഇവിടെ ബ്രാക്കറ്റുകൾ മാറ്റുക. അപ്പോൾ 15x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. 10 × 5 50 x 10 × -2 -20. അടുത്ത ശ്രദ്ധിച്ചാൽ -6 വെച്ചാൽ -6 × 7 -42x -6 × -3. അത് പലരും തെറ്റിക്കും. -+18 വരും. വേണമെങ്കിൽ ഇതൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. 15x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50x - 42 50 - 42 വരും. 8x വരും. -20 + 18 -20 + 18 വരും. -2 വരും. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡ് കുഴപ്പമില്ല, റൈറ്റ് സൈഡിൽ എക്സ് വേണ്ട, ഇങ്ങോട്ട് കൊണ്ടുവരിക, ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ 8x ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ 15x - 8x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2. 15x - 8x എന്ന് പറയുമ്പോഴത്തേക്കും 7x വരും. 7x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2 വരും. 7x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2 വരും. ഇപ്പോൾ ഇവിടെ x മാത്രമാക്കാൻ 7 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഡിവൈഡഡ് ബൈ 7 വെച്ചാൽ പോസിറ്റീവ് 7 വെച്ചാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനീക്വാളിറ്റിക്ക് മാറ്റമൊന്നുമില്ല. 7x/7 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു തന്നെ. -7 ആയിരുന്നു, തിരിഞ്ഞു വന്നേനെ, ഇവിടെ പ്രശ്നമില്ല. -2/7 7x/7 എന്ന് പറഞ്ഞാൽ x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2/7. ഇതിങ്ങനെ തന്നെ ഇട്ടാൽ മതി. നമ്മൾ ഗ്രാഫെ കാണിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ -2/7 അങ്ങോട്ട് അടയാളപ്പെടുത്തുക. ഗ്രാഫിൽ വരയ്ക്കുക, -2/7 മാത്രം അടയാളപ്പെടുത്തുക. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അപ്പോൾ -2/7 ചെറുതാ, അതിലും വലുതാ. ഇവിടെ അറിഞ്ഞിരിക്കുക -2/7 ചെറുത്, എക്സ് വലുതാ. അപ്പോൾ എക്സ് റൈറ്റ് സൈഡിൽ വരും. എക്സ് റൈറ്റ് സൈഡിലും -2/7 ലെഫ്റ്റ് സൈഡിലും. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡ് ഈ പോയിന്റ് ഉൾപ്പെടെ ഇതാണ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -2/7. അപ്പോൾ ഒരു നമ്പർ തന്ന് അടഞ്ഞിരിക്കുകയാണെങ്കിൽ അതിൻ്റെ റൈറ്റ് സൈഡ് എടുക്കണം. നമ്പറിൻ്റെ അവിടെ തുറന്നിരിക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡ്, കാരണം അതാ വലുത്. ആ ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെയാണ് ഇതിനകത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ഇത്. അതായത് ഈ ഡിനോമിനേറ്ററും
ബ്രാക്കറ്റും ഒക്കെ കൂടെ വരുന്നത്. അതുപോലെ തന്നെ വേറൊരു പ്രശ്നം കൂടെ ഇല്ലാത്തതുകൊണ്ട് ഇതുപോലെ തന്നെ 1/2 ഇൻറ്റു 3x/5 പ്ലസ് 4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/3 ഇൻറ്റു x - 6. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ 1/2 വെച്ച് ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാം. ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്തിട്ട് ഡിവിഷനിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളിവിടെ ഒത്തിരി ഡിവിഷൻ ഉണ്ട്, ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 1/2 ഇൻറ്റു ഈ ബ്രാക്കറ്റ് അങ്ങ് മാറ്റുക. 1/2 ഇൻറ്റു 3x/5 പ്ലസ് 1/2 ഇൻറ്റു 4. ഇങ്ങനെയൊക്കെ തെറ്റായിരിക്കും, ഒരു സെപ്പറേറ്റ് ബ്രാക്കറ്റ് കൊടുക്കുന്നേ ഇവിടെ. ഗ്രേറ്റർ ദാൻ ഒരു ഇവിടെ 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1/3x മൈനസ് 1/3 ഇൻറ്റു 6. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3x/10 വരും. 3x/5 ഇൻറ്റു 10 വരും. പ്ലസ് 1/2 ഇൻറ്റു 4 2 വെട്ടിക്കളയാം. 2 വെട്ടിക്കളയുമ്പോൾ പ്ലസ് 2 വരും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x/3 വരും. ഇവിടെ 3യും 6ഉം കൂടെ വെട്ടുമ്പോൾ -2 വരും. -2 വരും. ഇനി വേണമെങ്കിൽ ഈ +2നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. +2നെ അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട്, അല്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ /10/3 ഉണ്ടല്ലോ, /10/3 ഉള്ളതുകൊണ്ട് അത് കളയാൻ വേണ്ടി മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ബൈ 10 ഇൻറ്റു 3 വേണേൽ 30 എഴുതാം. 30 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം നമുക്ക് എഴുതാം 30 ഇൻറ്റു 3x/10 എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യണേ. പ്ലസ് 30 ഇൻറ്റു 2 എല്ലാ 10നെയും 30 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30 ഇൻറ്റു x/3 മൈനസ് 30 ഇൻറ്റു 2 എല്ലാ 10നെയും 30 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. 10ഉം 30 കൂടെ വെട്ടിക്കളയുമ്പോൾ 3 വരും. 3 ഇൻറ്റു 3x 9x വരും ഇവിടെ. പ്ലസ് 60 വരും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3യും 30 കൂടെ വെട്ടുമ്പോൾ 10 വരും. 10x വരും. മൈനസ് 60 വരും. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതി. 60 അപ്പുറത്ത് കൊണ്ടുപോകാം, 10xനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്താൽ മതി. അപ്പം നമുക്ക് ഇങ്ങനെ വരും. ദാറ്റ് ഈസ് 60 അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പം 9x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10x മൈനസ് 60. ഈ പ്ലസ് 60 കൂടെ അപ്പുറമാകുമ്പോൾ -60 വരും. ഇനി 10xനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പം 9x മൈനസ് 10x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -60 -60 വരും. 9x മൈനസ് 10x എന്ന് പറയുമ്പോഴത്തേക്കും -1x വരും. -1x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -60 -60 എന്ന് പറയുമ്പോഴത്തേക്കും -120 വരും. കൂട്ടിയിട്ട് ആ ചിഹ്നം ഇട്ടാൽ മതി. അപ്പോൾ നോക്കി ഇവിടെ -1 വെച്ച് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡഡ് ബൈ -1. അപ്പോൾ -1x ബൈ -1 -1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇനീക്വാലിറ്റി തിരിയും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു -120 ബൈ -1. അതായത് x ഇവിടെ x വരും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 120 വരും. ഗ്രാഫിൽ കാണിക്കാൻ പറഞ്ഞാൽ 120 മാത്രം അടയാളപ്പെടുത്തുക. 120 ആണ് വലുത്. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 120 ഈ പോയിന്റ് ഉൾപ്പെടെ കാണിച്ചാൽ മതി. ഇത്തരം കാര്യങ്ങളാണ് വൺ വേരിയബിൾ കേസ്, എക്സ് മാത്രമുള്ള കേസ്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇനി എക്സും വൈയും കൂടെ വരുന്ന കേസുണ്ട്. എക്സും വൈയും കൂടെ വരുന്നത്, അതായത് ഗ്രാഫിക്കൽ സൊല്യൂഷനാണ്. ഗ്രാഫ് വെച്ച് കണ്ടുപിടിക്കാം. Solve 2x plus y greater than or equal to 4. 2x plus y greater than or equal to 4. X plus y less than or equal to 3. 2x minus 3y less than or equal to 6. ഇത് സോൾവ് ചെയ്യണം. എക്സും വൈയും കൂടെ ഉണ്ട്. ഒറ്റ ഗ്രാഫിൽ ഈ ലൈൻസ് എല്ലാം വരച്ച് നമ്മൾ റീജിയൻ ഷെയ്ഡ് ചെയ്യുക. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം. അതായത് നമ്മൾ ഇതിപ്പോൾ ഇനീക്വാളിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ എന്താ ഗ്രേറ്റർ ദാൻ വിട്ടിട്ട് ഈക്വൽ ടു ഇപ്പം ഇങ്ങനെ ഒരു ലൈൻ കിട്ടി. ഈ റീജിയൻ 2x plus y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ഈ ലൈൻ വരയ്ക്കുമ്പോൾ നമ്മുടെ പ്ലെയിനെ 2 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന് ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ലൈനിന്റെ അപ്പർ പാർട്ട് ആയിരിക്കും, ചിലപ്പോൾ ഈ ലൈനിന്റെ ലോവർ പാർട്ട് ആയിരിക്കും. അതേതാണ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ലൈൻസ് വരച്ചിട്ട് റീജിയൻ കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ഓരോ കേസിലും ലൈൻസ് ഉണ്ട്. ലൈൻസ് എന്ന് പറഞ്ഞാൽ ഇക്വാളിറ്റിയാണ്.
ഇനീക്വാളിറ്റി അല്ല, ഈക്വൽ സൈൻ എടുക്കുമ്പോഴാണ് സ്ട്രേറ്റ് ലൈൻ കിട്ടുന്നത്. സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ ഈക്വൽ സൈൻ വരുന്ന ഈക്വൽ ഇനീക്വാളിറ്റി വിട്ടിട്ട് ലെസ് ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ എന്നുള്ള വിട്ടിട്ട് ഈക്വൽ എന്ന് എടുത്തേക്കുക. അപ്പൊ നമ്മൾ ആദ്യം കൺസിഡർ ദ ലൈൻസ്. കൺസിഡർ ദ ലൈൻസ് ഓരോന്നും കൺസിഡർ ചെയ്യുക. ആദ്യത്തെ ലൈൻ 2x പ്ലസ് വൈ ഈക്വൽ ടു 4, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളതിന് ഈക്വൽ ടു 4 എടുക്കുക. എന്നിട്ട് നമ്മൾ എക്സും വൈയും രണ്ട് സെറ്റ് പോയിന്റ് കാണുക. നമ്മൾ കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് എക്സിന് ആദ്യം 0 കൊടുക്കുന്നു. എക്സിന് 0 കൊടുക്കുമ്പോൾ 0 പ്ലസ് വൈ ഈക്വൽ ടു 4 കിട്ടും. എക്സിന് 0 കൊടുക്കുമ്പോൾ 0 പ്ലസ് വൈ ഈക്വൽ ടു 4, അപ്പോൾ വൈ ഈക്വൽ ടു 4 കിട്ടും. ഇവിടെ 4 കിട്ടും. എക്സിന് 0 കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 4 കിട്ടും. ഇനി നമ്മൾ അടുത്ത വൈക്ക് 0 കൊടുക്കുക. വൈക്ക് 0 കൊടുക്കുമ്പോൾ 2x പ്ലസ് 0 ഈക്വൽ ടു 4 വരും. അതായത് എക്സ് ഈക്വൽ ടു 4/2 വരും, 2 വരും. നമ്മൾ ആദ്യത്തെ ലൈനിന്റെ പോയിന്റ്സ് കിട്ടി. 0, 4ഉം 2, 0. മനസ്സിലായില്ലേ? ആദ്യത്തെ ലൈൻ 2x പ്ലസ് വൈ ഈക്വൽ ടു 4 എടുക്കുമ്പോൾ നമുക്ക് ഈ രണ്ട് സെറ്റ് പോയിന്റ് ആണ് 0, 4ഉം 2, 0. നമ്മൾ ഇനി ഗ്രാഫിൽ അത് വരയ്ക്കുന്നു. നമ്മൾ അടുത്ത ലൈൻ എടുക്കാൻ പോവാം. കൺസിഡർ ദ നെക്സ്റ്റ് ലൈൻ x പ്ലസ് വൈ ഈക്വൽ ടു 3. ഇപ്പം ഞാൻ വായിക്കുവാണേ. അടുത്ത ലൈൻ x പ്ലസ് വൈ ഈക്വൽ ടു 3. നെക്സ്റ്റ് ലൈൻ. അപ്പോൾ ഇവിടെ എക്സും വൈയും രണ്ട് സെറ്റ് പോയിന്റ്സ് കണ്ടുപിടിക്കുന്നു. നമ്മൾ കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് 0 എക്സിന് 0 കൊടുക്കുമ്പോൾ y ഈക്വൽ ടു 3 പെട്ടെന്ന് കിട്ടും. y ഈക്വൽ ടു 3 കിട്ടും. ഇനി വൈക്ക് 0 കൊടുക്കുക. വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സ് പ്ലസ് 0 ഈക്വൽ ടു 3. അപ്പോൾ എക്സ് 3 കിട്ടും. രണ്ടാമത്തെ ലൈനിന്റെ പോയിന്റ് പെട്ടെന്ന് കിട്ടും. ഇനി മൂന്നാമത്തെ ലൈൻ എടുക്കുക. 2x മൈനസ് 3y ഈക്വൽ ടു 6. എക്സ് വൈ ഇവിടെ ഇച്ചിരി ശ്രദ്ധിച്ച് ചെയ്യണേ, മൈനസ് ഒക്കെ ഉള്ളത് തെറ്റിപ്പോവേ. എക്സിന് ആദ്യം 0 കൊടുക്കുന്നു. എക്സിന് 0 കൊടുക്കുമ്പോൾ 0 മൈനസ് 3y ഈക്വൽ ടു 6 എന്നാണ്. മൈനസ് 3y ഈക്വൽ ടു 6 വരും. അപ്പോൾ y ഈക്വൽ ടു 6/-3 വരും, -2 വരും. ഇത് ചെയ്ത് നോക്കണേ, അല്ലെ തെറ്റിപ്പോവും. എക്സിന് 0 കൊടുക്കുമ്പോൾ y -2 എടുക്കുന്നത്. മനസ്സിലായി? ഇങ്ങനെ കൊടുത്താൽ മതി. എക്സിന് 0 കൊടുക്കുമ്പോൾ -3y ആണ് 6. അപ്പോൾ y എന്ന് പറയുന്നത് -2 വരും. ഇനി നമ്മൾ yക്ക് 0 കൊടുക്കുക. yക്ക് 0 കൊടുക്കുമ്പോഴത്തേക്കും ഇത് ഇങ്ങനെ വരും. yക്ക് 0 കൊടുക്കുക 2x മൈനസ് 0 ഈക്വൽ ടു 6. 2x ഈക്വൽ ടു 6 വരും. x ഈക്വൽ ടു 6/2 വരും, 3. നമുക്ക് പോയിന്റ്സ് എല്ലാം കിട്ടി. ഇത്രയും പോയിന്റ്സ് ആണുള്ളത്. ഇനി നമ്മൾ ഇതെല്ലാം ഈ ലൈൻസ് മുഴുവൻ ഒറ്റ ഗ്രാഫിലേക്ക് വരയ്ക്കാം. ഒറ്റ സിംഗിൾ ഗ്രാഫിലേക്ക്. നെഗറ്റീവ് ഒക്കെ ഉള്ളതുകൊണ്ട് താഴേക്കും കൂടെ വരയ്ക്കണേ. നമ്മൾ ഈ പോയിന്റ്സിന്റെ ആവശ്യകത അനുസരിച്ച് വരയ്ക്കുക. ചിലർ കുരിശ് പോലെ വരയ്ക്കും. ചില കേസിൽ നമ്മൾക്കത് ചില കേസിൽ പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ക്വാർട്ടറിന് മെയിൻ ആയിട്ട് മതി. ഇവിടെ വൈക്ക് ഒരു നെഗറ്റീവും കൂടെ ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് ഇച്ചിരിയും കൂടെ വേണം. അതുകൊണ്ട് ഒരു വൈക്ക് ഒരു നെഗറ്റീവ് കിട്ടുന്നിടം വരെ 0. എക്സൈസിലാണെങ്കിൽ എക്സിന് 2, 3, മാക്സിമം 3 വരെ മതി. 1, 2, 3, 4. ഇങ്ങോട്ട് എക്സിന്റെ നെഗറ്റീവ് ആവശ്യമില്ല. വേണമെങ്കിൽ 1, 2 അടയാളപ്പെടുത്തിയേക്കാം. ഇനി വൈയുടെ വാല്യൂ 4 ഉണ്ട്, 3 ഉണ്ട്, -2 ഉണ്ട്. 4 വരെ വേണം. 1, 2, 3, 4, 5 വേണ്ട, എന്നാലും ഞാൻ എഴുതിയതേ ഉള്ളൂ. താഴേക്ക് പക്ഷെ -2 വരും. അപ്പം -1, -2. ഇനി നമ്മൾ ആദ്യത്തെ ലൈൻ വരയ്ക്കുന്നു. ലൈൻ വരച്ചതിന്റെ പേര് കൊടുത്തിട്ട് അടുത്ത ലൈൻ വരയ്ക്കാവുള്ളൂ, അല്ലെ തെറ്റിപ്പോവും. ആദ്യത്തെ ലൈനില് 0, 4. എക്സിന്റെ വാല്യൂ 0. എക്സൈസില് 0യും വൈയില് 4. വൈയില് 4 ഈ 0യുടെ നേരെ 4. ഇതാണ് ഈ പോയിന്റ് ആണ് 0, 4. എക്സിന്റെ എക്സൈസിലെ 0 എടുക്കാം. ഈ 0യുടെ നേരെ വൈ ഐസിലെ 4 എടുക്കുന്നു. 0, 4 പോയിന്റ് മാറിപ്പോകരുത്. അടുത്ത 2, 0. എക്സ് 2ഉം വൈ 0. എക്സൈസില് 2 എടുക്കുന്നു. വൈ 0 അപ്പം മേലോട്ടൊന്നും പോകണ്ട. ഈ പോയിന്റാണ് 2, 0. അപ്പോൾ ആദ്യത്തെ ലൈനിന്റെ പോയിന്റ്സ് കിട്ടി. അതങ്ങ് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത് ഇതിന്റെ പേര് കൊടുത്തിട്ട് നിങ്ങൾ അടുത്തതിലേക്ക് പോകാവുള്ളേ. ഇതങ്ങ് നീട്ടി വരച്ചേക്കുക. നീട്ടി വരച്ച് ആ ലൈനിന് പേര് കൊടുക്കുക. ഈ ലൈനിന്റെ പേര് 2x പ്ലസ് വൈ ഈക്വൽ ടു 4. ഇപ്പോൾ ഇവിടെ നമ്മൾ പേര് കൊടുക്കുന്നു 2x പ്ലസ് വൈ ഈക്വൽ ടു 4. അല്ലെങ്കിൽ പിന്നീട് നോക്കുമ്പോൾ ഏത് ലൈനാണെന്നൊന്നും മനസ്സിലാവത്തില്ല. ഇനി നമ്മൾ അടുത്ത ലൈൻ വരയ്ക്കുന്നത് x 0 y 3. 0യും y 3യും ഈ പോയിന്റാണ് 0, 3. അടുത്ത x 3യും y 0യും. x ഐസിലെ 3, y ഐസിലെ 0. ഈ പോയിന്റ് 3, 0. ഇത് നമ്മൾ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത് ഇതിന് പേര് കൊടുക്കുക x പ്ലസ് വൈ ഈക്വൽ ടു 3. x പ്ലസ് വൈ ഈക്വൽ ടു 3. ഇനി അടുത്ത 2x മൈനസ് 3y ഈക്വൽ ടു 6. അതിന്റെ പോയിന്റ്സ് വരയ്ക്കാം. x 0യും y -2. y -2 വരുമ്പോൾ ഇങ്ങോട്ട് വരും.
0 -2 ഈ പോയിന്റ്. ഈ y അടുത്ത 3 0 x 3ഉം y 0 നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 3 0 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ജോയിൻ ചെയ്താൽ മതി. ഇതാണ് അടുത്തത്. ഇവിടെ ഇക്വേഷൻ എഴുതുക. 2x - 3y = 6. ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഓരോ ലൈൻ വരയ്ക്കുന്നതിന് ഓരോ മാർക്കുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ച് ചെയ്യണം. ഇനി നമുക്ക് റീജിയൻ ഷെയ്ഡ് ചെയ്യണം. അതിനായിട്ട് അതിന്റെ സ്റ്റെപ്പ് ഓർക്കണം. നമ്മൾ ഇനി റീജിയൻ ഷെയ്ഡ് ചെയ്യാൻ വേണ്ടി ഓരോ ഇനീക്വാളിറ്റി എടുക്കുക. ആദ്യം കൺസിഡർ ഫസ്റ്റ് ഇനീക്വാളിറ്റി. കൺസിഡർ 2x + y ≥ 4 എന്ന് തന്നെ എടുക്കുക. 2x + y നമ്മുടെ ഇനീക്വാളിറ്റി തന്നെ. നമ്മൾ ലൈൻസ് ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി മാത്രമാണ് ലൈൻ എടുക്കുക. ഈക്വൽ ഇട്ട് ലൈൻ എടുക്കുന്ന ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി മാത്രമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇനീക്വാളിറ്റി മതി. ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ പിന്നെ ലൈനിന്റെ ആവശ്യം തീർന്നു. അതങ്ങ് കളഞ്ഞേക്കാം. ഇനി നമ്മുടെ ശരിക്കുള്ള ക്വസ്റ്റ്യൻ ഇനീക്വാളിറ്റി തന്നെ വേണം. ആദ്യത്തെ ഇനീക്വാളിറ്റി ഉണ്ട് 2x + y ≥ 4. നമ്മൾ നോക്കുമ്പോൾ ആ ലൈനും കൂടെ നോക്കിക്കോണേ. നമ്മുടെ 2x + y എന്ന് പറയുന്ന ഈ ലൈനാണ്. നമ്മൾ ഇനി ഒരു പോയിന്റ് എടുക്കണം. ഈ ലൈൻ പാസ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു പോയിന്റ്. ഈ ലൈൻ പാസ് ചെയ്യാത്ത ഒരു പോയിന്റ്. എളുപ്പം 0 0 കേട്ടോ. നമ്മൾ ഒറിജിനിൽ കൂടി പോകുന്നില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഒറിജിൻ എടുക്കാം. ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം വേറെ ഏതെങ്കിലും ഇവിടെ അടയാളപ്പെടുത്തി ഇഷ്ടംപോലെ പോയിന്റ്സ് ഉണ്ട്. വേറെ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കാം. ആ ലൈൻ പാസ് ചെയ്യാത്തതായിരിക്കണം. കൺസിഡർ 0 0. ഒറിജിൻ 0 0 എടുക്കുന്നു. നമ്മൾ ഈ 0 0 ഇനീക്വാളിറ്റിക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 × 0 0 + y 0 ≥ 4. നമ്മുടെ ഈ എക്സിനും വൈക്കും പകരം 0 0 കൊടുക്കുന്നു. അതായത് 0 ≥ 4. ട്രൂ ആണോ ഫോൾസ് ആണോ? 0 അല്ല 4 ആണ്. ഇത് ഫോൾസ് ആണ്. നമ്മൾ ഷെയ്ഡ് ചെയ്യുന്ന ഫോൾസ് റീജിയൻ. ഫോൾസ് റീജിയൻ. നിങ്ങൾ ഇനി ട്രൂ റീജിയൻ ആണോ ഷെയ്ഡ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. ഫോൾസ് റീജിയൻ ആണോ ഷെയ്ഡ് ചെയ്യുന്നതെങ്കിൽ എളുപ്പമുണ്ട്. മിച്ചം ഷെയ്ഡ് ചെയ്യാതെ കിടക്കുന്നതാണ് നമ്മുടെ സൊല്യൂഷൻ. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ഇനീക്വാളിറ്റി 2x + y ആയിരുന്നു. അത് ഇതാ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻ ഇതാ. ഈ ലൈനിന് 0 0 കൊടുത്തപ്പോൾ ഫോൾസ് ആക്കിയത്. ഈ ലൈനിന്റെ ഏത് ഭാഗത്താണ് 0 കിടക്കുന്നത്? ലെഫ്റ്റ് സൈഡിലാണോ റൈറ്റ് സൈഡിലാണോ? ഈ ലൈനിന്റെ ലെഫ്റ്റ് സൈഡിലല്ലേ 0 കിടക്കുന്നത്? 0 ഉള്ള പോർഷൻ ഫോൾസാ. 0 കൊടുത്ത ഫോൾസ് അല്ലേ? അപ്പൊ 0 ഉള്ള ഈ പോർഷൻ കംപ്ലീറ്റ് ഫോൾസാ. ആ ഫോൾസ് റീജിയൻ കംപ്ലീറ്റ് ഷെയ്ഡ് ചെയ്യുക. അത് 0 ഉള്ള ഈ ഓപ്പോസിറ്റ് പോർഷനാണ് ട്രൂ. അത് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നില്ല. 0 ഉള്ള ഈ ലൈനിന്റെ 0 ഉള്ള ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് നമ്മൾ ഷെയ്ഡ് ചെയ്യുക. ഈ ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ഷെയ്ഡ് ചെയ്യുക. ആ ലൈൻ മാത്രം എടുക്കാവുള്ളൂ. 0 ഉള്ള ഭാഗം ഫോൾസ് ആണ്. ഫോൾസ് കിട്ടുവാണെങ്കിൽ ഫോൾസ് റീജിയൻ ഷെയ്ഡ് ചെയ്യും. ഇനി 0 ട്രൂ ആണ് കിട്ടിയെങ്കിൽ അവിടെ ട്രൂ റീജിയൻ ആണ്. ഇവിടെ ട്രൂ റീജിയൻ. അപ്പൊ നമ്മൾ ഷെയ്ഡ് ചെയ്യുന്ന അതിന്റെ ഓപ്പോസിറ്റ് ഭാഗമാണ്. നേരെ എതിർ ഭാഗമാണ് ഷെയ്ഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും ഭാഗം ഷെയ്ഡ് ചെയ്തു. അപ്പൊ ആദ്യത്തെ ഇനീക്വാളിറ്റിയുടെ ഓക്കെ. ഇനി നമ്മൾ ഇതുപോലെ തന്നെ അടുത്ത ഇനീക്വാളിറ്റി എടുക്കുന്നു. രണ്ടാമത്തെ ഇനീക്വാളിറ്റി എടുക്കുന്നു. കൺസിഡർ x + y ≤ 3. x + y എന്ന് പറയുമ്പോൾ ഓർത്തോണേ ഇതാണ് നമ്മുടെ ലൈൻ. ഈ ലൈനാണ്. ഈ ലൈനിൽ 0 വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ആൻഡ് 0 എടുക്കാം. 0 0 എടുക്കാം. 0 0 ഇവിടെ കൊടുക്കുക. 0 + 0 ≤ 3. 0 ≤ 3 ട്രൂ ആണ്. ട്രൂ കിട്ടിയാൽ നമ്മൾ ഷെയ്ഡ് ചെയ്യുന്ന ഫോൾസാ. ഷെയ്ഡ് ഫോൾസ് റീജിയൻ. ഇനി നോക്കുക. നമ്മുടെ ഈ ലൈനാണ്. ഈ ലൈനിന് 0 കൊടുത്തപ്പോൾ ട്രൂ ആണ് കിട്ടിയത്. അപ്പൊ ഈ ലൈനിന്റെ ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ട്രൂ ആണ്. അപ്പൊ ഫോൾസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡ് ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പൊ 0 കൊടുത്തപ്പോൾ ഈ ഭാഗം മുഴുവൻ, ഇതിൽ 0 ഉള്ള ഈ ഭാഗം മുഴുവൻ ട്രൂ ആണ്. ഫോൾസ് എന്ന് പറഞ്ഞാൽ 0 ഇല്ലാത്ത അതിന്റെ ഓപ്പോസിറ്റ് ഭാഗം. ആ ഭാഗം ഫുള്ള് ഷെയ്ഡ് ചെയ്യാം. ഫോൾസ് പോർഷൻ നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നത്. ഈ ലൈനിന്റെ 0 ഇല്ലാത്ത അപ്പുറത്തെ സൈഡ് കംപ്ലീറ്റ് ഷെയ്ഡ് ചെയ്യാം. അപ്പൊ നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ ഇത് ഫുള്ള് ഷെയ്ഡ് ചെയ്യണേ. ഇവിടെ ഒക്കെ ഷെയ്ഡ് ചെയ്യണം. ആ ലൈനിന്റെ റൈറ്റ് സൈഡ് ഫുള്ള് ഷെയ്ഡ് ചെയ്യാം. ഇത്രയും ഭാഗം ഷെയ്ഡ് ചെയ്തു. ഇനിയിപ്പോ ഷെയ്ഡ് ചെയ്യാതെ മിച്ചം കിടക്കുന്ന ഈ ഒരു പോർഷൻ മാത്രമാണ്. ഇനി ഒരു ഇനീക്വാളിറ്റി കൂടെ ഉണ്ട്. അതും കൂടെ നോക്കണം. അപ്പൊ അടുത്ത ഇനീക്വാളിറ്റി എടുക്കുന്നു. കൺസിഡർ നെക്സ്റ്റ് ഇനീക്വാളിറ്റി 2x - 3y ≤ 6. ആ ഇനീക്വാളിറ്റി എന്ന് പറയുമ്പോൾ ലൈൻ ഇതാ. ഈ ലൈനും 0 കൂടി പോകുന്നില്ല. നമുക്ക് 0 0 എടുക്കാം. കൺസിഡർ 0 0 എടുത്ത് ഇതിനകത്ത് കൊടുക്കുക. 0 - 0 ≤ 6. 0 - 0 അതായത് 0 ≤ 6 അത് ട്രൂ ആണ്. ഷെയ്ഡ് ഫോൾസ് റീജിയൻ ഷെയ്ഡ് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ ലൈനിന് 0 ഉള്ള ഈ ഭാഗം,
ഇതാണ് നമ്മുടെ ലൈന്. ലൈൻ മാർക്ക് ഈ ലൈനാണ്. ഈ ലൈനിന്റെ മേൽഭാഗത്താണ് 0, അത് ട്രൂ ആണ്. ഫോൾസ് എന്ന് പറയുമ്പോൾ ഈ ലൈനിന്റെ താഴ്ഭാഗം, ഈ ലൈനിന്റെ താഴ്ഭാഗം ഇവിടെ കൂടെ ഷെയ്ഡ് ചെയ്യാവുള്ളൂ, ഇവിടെ കൂടെ ഷെയ്ഡ് ചെയ്യാം. എല്ലാ ഇനീക്വാളിറ്റീസുമായി ഇപ്പൊ ഷെയ്ഡ് ചെയ്യാതെ മിച്ചം കിടക്കുന്ന ഈ പോർഷനാണ് നമ്മുടെ സൊല്യൂഷൻ. ദ അൺഷെയ്ഡഡ് റീജിയൻ ഈസ് ദ സൊല്യൂഷൻ എഴുതണം ലാസ്റ്റ്. ദ അൺഷെയ്ഡഡ് റീജിയൻ ഈസ് ദ സൊല്യൂഷൻ. ഇത് നിങ്ങൾ ക്ലിയർ ആയില്ല? ഇതുപോലെ ഇനി എല്ലാ ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. നിങ്ങൾ ലൈൻസ് വരയ്ക്കുക, ഇനീക്വാളിറ്റി ഒഴിവാക്കിക്കൊണ്ട് ലൈൻസ് 2 പോയിന്റ് കണ്ടുപിടിച്ച് ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഈ മെത്തേഡ് വെച്ച് നിങ്ങൾ അത് റീജിയൻ ഷെയ്ഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത് 1-2 തവണ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നിങ്ങൾക്ക് ചെയ്തു തന്ന ക്വസ്റ്റ്യൻ കൂടെ ബാക്കി ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കുക. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഈ ചാപ്റ്ററിൻ്റെ അതുള്ളൂ. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു 2 ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് കിട്ടാവുന്നതാണ്. അതാരും മിസ് ചെയ്തേക്കരുത്. അത് ശരിക്കും ചെയ്ത് പഠിച്ചോണം. ഓക്കെ.